ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ് എന്ന ടോപ്പിക്കാണ്. സോ ഈ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സാൻസ്ക്രിറ്റ് വേർഡ്സും അവ തമ്മിലുള്ള റിലേഷൻസും മനസ്സിലാക്കാം. ഈ റിലേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ടോപ്പിക്കേ ഉള്ളൂ ഇന്ത്യൻ തിയറീസ് ഓഫ് നോളജ് എന്നുള്ളത്. സോ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് വേദാസ്. വിഡ് എന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വേദാസ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് മീൻസ് ടു നോ എന്നാണ് അതിന്റെ അർത്ഥം. ഏൻഷ്യന്റ് സീക്രട്ട് ടെക്സ്റ്റുകളാണ് വേദാസ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഗൈഡൻസിന്റെയും വിസ്ഡത്തിന്റെയും നോളജിന്റെയും ഏർലി സോഴ്സുകളായിരുന്നു വേദാസ്. വേദാസിന് ശ്രുതി എന്നും അറിയപ്പെട്ടിരുന്നു. കാരണം എന്താണ്? ഗുരുവിൽ നിന്ന് ഓറലി ആയിരുന്നു സ്റ്റുഡൻസ് നോളജ് അക്വയർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് വേദാസിനെ ശ്രുതി എന്നും അറിയപ്പെടുന്നത്. ആൻഡ് ദീസ് വേദാസ് ആർ മെയിൻലി 4 ടൈപ്സ്. ദേ ആർ ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. ഈ 4 വേദാസിന് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ചതുർവേദ എന്നുള്ളത്. ഇനി ഈ വേദാസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെയും റിജക്ട് ചെയ്യുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയെ 2 ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ആസ്തിക. ദേ ആർ ഓൾസോ കോൾഡ് ഓർത്തഡോക്സ്. ഈ ആസ്തികന്റെ പ്രത്യേകത എന്താണ്? ദേ അക്സെപ്റ്റ് വേദാസ് ആസ് ദ സോഴ്സസ് ഓഫ് നോളജ്. വേദാസിന്റെ സോഴ്സസ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്ന സ്കൂൾസ് ആണ് ആസ്തിക എന്ന് പറയുന്നത്. മറുവശത്ത് നാസ്തിക, ഓൾസോ കോൾഡ് ഹെറ്ററോഡോക്സ്, വിച്ച് റിജക്ട് വേദാസ് as their sources of knowledge. ഇനി ഈ വേദാസ് അക്സെപ്റ്റ് ചെയ്യുന്നത് 6 സ്കൂളുകളാണ്. ഏതൊക്കെയാണവ? ന്യായ, സംഖ്യ, വൈശേഷിക, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഇനി വേദാസ് റിജക്ട് ചെയ്യുന്ന നാസ്തിക സ്കൂൾസ് ഏതൊക്കെയാണ്? ബുദ്ധിസം, ജൈനിസം, ചാർവക. സോ ഇതൊക്കെയാണ് സ്കൂൾസ് ദാറ്റ് കംസ് അണ്ടർ ആസ്തിക ആൻഡ് നാസ്തിക. ഇനി ഇന്ത്യൻ ഫിലോസഫറും ഫോർമർ പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണൻ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിനെ 4 മേജർ ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദാറ്റ് 4 ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് ആർ വേദിക് പീരിയഡ്, എപ്പിക് പീരിയഡ്, സൂത്ര പീരിയഡ് ആൻഡ് മോഡേൺ പീരിയഡ്. ഇനി നമുക്ക് ഈ 4 പീരിയഡ്സിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് വേദിക് പീരിയഡ്. 1500 BC മുതൽ 600 BCE വരെ ആയിരുന്നു വേദിക് പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സെന്റേർഡ് അറൌണ്ട് വേദാസ്. സ്പിരിച്വൽ പ്രാക്ടീസ്, റിച്വൽ, സാക്രിഫൈസസ് എന്നിവയായിരുന്നു മെയിൻ ഫോക്കസ്. ഗുരുകുല സിസ്റ്റം ആയിരുന്നു ഇവിടെ ഫോളോ ചെയ്തിരുന്നത്. കേട്ടു പഠിക്കുന്നതിലും ഓർത്തുവെച്ച് പഠിക്കുന്നതിലുമായിരുന്നു കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്ന പീരിയഡ് ആണ് എപ്പിക് പീരിയഡ്. ഇറ്റ് വാസ് ഫ്രം 600 BCE to 200 CE. ഉപനിഷത്ത്, മഹാഭാരത്, രാമായണ എന്നിവയെല്ലാം ഡെവലപ്പ് ചെയ്ത കാലമാണ് എപ്പിക് പീരിയഡ് എന്ന് അറിയപ്പെടുന്നത്. ഓർത്തഡോക്സ് സ്കൂൾസ് ആരംഭിച്ചത് ഈ സമയത്തായിരുന്നു. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് heterodox traditions like Buddhism and Jainism. ശ്രുതി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരുന്നു ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന പീരീഡ് ആണ് സൂത്ര പീരീഡ്. ഇറ്റ് വാസ് ഫ്രം 200 CE to 1200 CE. ലോജിക്, ഗ്രാമർ, ലിംഗ്വിസ്റ്റിക്സ് എന്നിവയുടെ വളർച്ചയുടെ കാലമായിരുന്നു ഇത്. പ്രമാണാസ് അഥവാ സോഴ്സസ് ഓഫ് നോളജിന്റെ റിഫൈൻമെന്റ് കാലം കൂടിയായിരുന്നു സൂത്ര പീരീഡ് എന്നുള്ളത്. ബുദ്ധിസ്റ്റുകളുടെയും രാമാനുജ, ശങ്കര പോലത്തെ സ്കോളേഴ്സിന്റെ വളർച്ചയുടെ കാലഘട്ടം കൂടിയായിരുന്നു സൂത്ര പീരീഡ് എന്നുള്ളത്. സാൻസ്ക്രിറ്റ് ആയിരുന്നു അന്നത്തെ ഡോമിനന്റ് സ്കോളർലി ലാംഗ്വേജ്. ഇനി നെക്സ്റ്റ് വരുന്ന പീരീഡ് ആണ് മോഡേൺ പീരീഡ്. ഇറ്റ് ഈസ് ഫ്രം 18th century to the present. കൊളോണിയൽ റൂളേഴ്സിന്റെ വരവോടെ വെസ്റ്റേൺ എഡ്യൂക്കേഷന് ഫിലോസഫിയുമായുള്ള ഇന്ററാക്ഷൻ ആരംഭിക്കുകയാണ്. രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ പോലത്തെ സ്കോളേഴ്സിന്റെ കാലഘട്ടം കൂടിയായിരുന്നു മോഡേൺ പീരീഡ് എന്നുള്ളത്. ഹിയർ എഡ്യൂക്കേഷൻ ബിക്കംസ് മോർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആൻഡ് സെക്യുലർ ദാൻ ദ അതർ പീരിയഡ്. സോ ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ പീരിയഡ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് സബ് ടോപ്പിക് ആണ് പ്രമാണാസ് ഓർ സോഴ്സസ് ഓഫ് നോളജ്. സോ വാട്ട് ഈസ് പ്രമാണാസ്? പ്രമാണാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സ്കൂൾസ്, ആസ്തികയിലും നാസ്തികയിലും വരുന്ന സ്കൂൾസ് അക്സെപ്റ്റ് ചെയ്യുന്ന നോളജിന്റെ സോഴ്സിനെയാണ് നമ്മൾ പ്രമാണാസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ 6 in type. So first one is പ്രത്യക്ഷ or perception. Second one അനുമാന, inference. Third one ശബ്ദ or verbal testimony, ഉപമാന or comparison. Fifth one ആർത്ഥപതി or presupposition. Sixth one അനുപലാപ്തി or non apprehension. So ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. സോ ഫസ്റ്റ് വരുന്നതാണ് പ്രത്യക്ഷ. ഇമ്മീഡിയറ്റ് സോഴ്സസ് ഓഫ് നോളജിനെയാണ് പ്രത്യക്ഷ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മെയിൻ പ്രമാണ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് പ്രമാണ ഓർ സോഴ്സ് ഓഫ് നോളജ്.
മിക്ക ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസും പ്രത്യാക്ഷയെ റിലയബിൾ പ്രമാണ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അനുമാന ഓർ ഇൻഫറൻസ്. സെക്കൻഡ് മെയിൻ പ്രമാണയാണ് അനുമാന. ഓൾമോസ്റ്റ് ഓൾ ഓർത്തഡോക്സ് സ്കൂൾസും അനുമാനയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒബ്സർവേഷന്റെയും പ്രീവിയസ് എക്സ്പീരിയൻസിന്റെയും ബേസിൽ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുന്നതിനെയാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ശബ്ദ ഓർ വെർബൽ ടെസ്റ്റിമോണി. ട്രസ്റ്റ്വർത്തി പേഴ്സന്റെ അടുത്ത് നിന്നോ ഒരു അതോറിറ്റിയിൽ നിന്നോ ഗെയിൻ ചെയ്യുന്ന വാലിഡ് നോളജിനെയാണ് ശബ്ദ എന്ന് വിളിക്കുന്നത്. ഇവിടെ അതോറിറ്റേറ്റീവ് സോഴ്സിന് ആപ്റ്റ എന്നാണ് അറിയപ്പെടുന്നത്. വേദാസ് ആർ കൺസിഡർഡ് ദ ഹൈയസ്റ്റ് ഫോം ഓഫ് വെർബൽ ടെസ്റ്റിമോണി. മെജോറിറ്റി ആയിട്ടുള്ള ഓർത്തഡോക്സ് സ്കൂൾസും ശബ്ദയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഉപമാന. കമ്പാരിസൺ എന്നാണ് ഉപമാനയുടെ അർത്ഥം. ഓൾറെഡി അറിയുന്ന നോളജുമായി അൺനോൺ നോളജിനെ കമ്പയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന നോളജിനെയാണ് ഉപമാന എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫോം ന്യൂ അണ്ടർസ്റ്റാൻഡിംഗ് ത്രൂ റിസംബ്ലൻസ്. നെക്സ്റ്റ് വരുന്ന ടൈപ്പാണ് ആർത്തപത്തി ഓർ പ്രീസപ്പോസിഷൻ. ഒരു സിറ്റുവേഷനിൽ അനുമാനയും പ്രത്യാക്ഷയും ഇൻസഫിഷ്യന്റ് ആയി തോന്നുന്ന സമയത്താണ് ആർത്തപത്തി ഉപയോഗിക്കുക. അംഗീകാരം, സ്വീകരണം, ഊഹം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. Now let's see an example. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് വിചാരിക്കുക, ആൻഡ് ഹിസ് നെയിം ഈസ് രവി. രവി പകലൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഡേ ബൈ ഡേ അവനെ നോട്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? സ്റ്റാർട്ടഡ് ടു ഗെയിൻ വെയിറ്റ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ ഈ ഭക്ഷണം കഴിക്കാത്ത ഒരാൾ ഇങ്ങനെ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ നിങ്ങൾ ഊഹിക്കുകയാണ് എന്ത്, ചിലപ്പം അവൻ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് അവൻ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിൽ നിങ്ങൾ എത്തുകയാണ്. ആ ഒരു ഊഹത്തിനെയാണ് നമ്മൾ ആർത്തപതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അനുപലാപ്തി ഓർ നോൺ അപ്രിയൻഷൻ. അനുപലാപ്തി എന്ന് വെച്ചാൽ നോൺ അപ്രിയൻഷൻ ഓർ നോൺ പെർസെപ്ഷൻ എന്നാണ് അർത്ഥം. നോൺ എക്സിസ്റ്റിംഗ് ഓർ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു വസ്തുവെ കുറിച്ച് നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന നോളജിനെയാണ് അനുപലാപ്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. യു ലുക്ക് അറ്റ് എ ടേബിൾ ആൻഡ് യു ഡോണ്ട് സീ എ ബുക്ക് ദർ, സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ബുക്ക് ഈസ് നോട്ട് ഓൺ ദ ടേബിൾ ഈസ് എൻ എക്സാമ്പിൾ ഫോർ അനുപലാപ്തി. സോ ഇതൊക്കെയാണ് 6 പ്രമാണാസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു ടേബിൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതൊക്കെ സ്കൂൾസ് ഏതൊക്കെ സോഴ്സസ് ഓഫ് നോളജ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അതിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കി വെക്കാൻ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വെസ്റ്റേൺ ഫിലോസഫി ഓഫ് സ്കൂൾസ് എന്നുള്ളത്. വെസ്റ്റേൺ ഫിലോസഫി എംഫസൈസ് ചെയ്തിരുന്നത് ഇൻഡിവിജ്വലിസം, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്നിവയാണ്. പേഴ്സണൽ ഗ്രോത്തിന്റെയും സൊസൈറ്റൽ പ്രോഗ്രസിന്റെയും ഒരു ടൂൾ ആയിട്ടാണ് ഇവിടെ എഡ്യൂക്കേഷനെ കണക്കാക്കിയിരുന്നത്. വെസ്റ്റേൺ ഫിലോസഫിയിൽ അറിഞ്ഞിരിക്കേണ്ട 4 കീ ഫിലോസഫീസ് ആണ് ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം ആൻഡ് പ്രാഗ്മാറ്റിസം. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഐഡിയലിസം. ഭൗതിക ലോകമല്ല, മറിച്ച് മൈൻഡ്, ഐഡിയാസ് ആൻഡ് സ്പിരിറ്റ്സ് എന്നിവ ട്രൂ റിയാലിറ്റി ആണെന്ന് വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഐഡിയലിസം എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസസ് സ്പിരിച്വൽ ആൻഡ് മെന്റൽ ആസ് പ്രൈമറി ആൻഡ് ഫിസിക്കൽ വേൾഡ് ഈസ് സെക്കൻഡറി. ഇവിടെ ട്രൂത്തിനെ എറ്റേണലും അൺചേഞ്ചിങ്ങുമായിട്ടാണ് കണക്കാക്കുന്നത്. പ്ലാറ്റോ, ഇമ്മാനുവൽ കാന്റ്, ഹെഗൽ എന്നിവർ ഐഡിയലിസ്റ്റ് തിങ്കേഴ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് നാച്ചുറലിസം. പ്രകൃതി മാത്രമാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് വാദിക്കുന്ന ഫിലോസഫിക്കൽ വ്യൂ പോയിന്റിനെയാണ് നാച്ചുറലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ എക്സ്പീരിയൻസും ഒബ്സർവേഷനുമാണ് നോളജിന്റെ വിശ്വസനീയ സോഴ്സുകൾ. ഇറ്റ് ഫോക്കസസ് ഓൺ സയന്റിഫിക് മെത്തേഡ്സ്, ഫാക്ട്സ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. ജീൻ ജാക്കസ് റൂസോ, ഹെർബർട്ട് സ്പെൻസർ, ചാൾസ് ഡാർവിൻ എന്നിവർ നാച്ചുറലിസ്റ്റ് തിങ്കേഴ്സിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് റിയലിസം. Realism is a philosophy which holds that the world exists independently of our mind. Facts, scientific methods, അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ് റിയലിസം ഫിലോസഫി എന്നുള്ളത്. ഹിയർ റിയാലിറ്റി ഈസ് ദ ഒബ്ജക്റ്റീവ്. അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, ഫ്രാൻസിസ് ബേക്കൺ, ഹെർബർട്ട് ആർ എക്സാമ്പിൾസ് ഫോർ റിയലിസ്റ്റിക് തിങ്കേഴ്സ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രാഗ്മാറ്റിസം. നോളജും ഐഡിയാസും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയും അതുപോലെ ജീവിതം മാറുന്നതിനനുസരിച്ച് നോളജ്, ഐഡിയാസിനും മാറ്റങ്ങൾ വരണം എന്ന് വിശ്വസിക്കുന്ന ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം. ഹിയർ ട്രൂത്ത് ഈസ് സംതിങ് ദാറ്റ് വർക്ക്സ് ഇൻ പ്രാക്ടീസ്. ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് പ്രാഗ്മാറ്റിക് ഫിലോസഫിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് മേജർ തിങ്കേഴ്സിനെ പരിചയപ്പെടാം. ദേ ആർ ചോൾസ് സെൻഡേഴ്സ് പിയേഴ്സ്, വില്യം ജെയിംസ് ആൻഡ് ജോൺ ഡൂയി. സോ ഇതൊക്കെയാണ് വെസ്റ്റേൺ ഫിലോസഫിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. If you have any doubts and if you need any further information about this topic, please let me know on the comment box. Now it's time to wind up today's video. Thank you for watching.